ഗബ്രി ജാസ്മിൻ ഇത് തന്നെയാണ് ഇന്നും ടോപ്പിക്ക് നമ്മുടെ. കാരണം അവർ സിബിനും 10 പേരടങ്ങുന്ന സിബിൻ്റെ ഗ്യാങ്ങും അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ജിൻഡോ ഉണ്ട്. ജിൻഡോ ഒക്കെ സിബിന് ഫേവറായിട്ടാണ് നിൽക്കുന്നത്. ആസ് എ ക്യാപ്റ്റൻ ജിൻഡോ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ക്യാപ്റ്റൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ടീമിനെയും മറ്റംഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. സോ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ടീമിൻ്റെ കാര്യങ്ങൾ പവർ ടീമിനോട് പറയേണ്ട ഒരു റോളാണ് ക്യാപ്റ്റനുള്ളത്. ആ റോള് ഭംഗിയായിട്ട് നിർവഹിച്ച ആൾക്കാരാണ് ജാസ്മിനും അപ്സരയും. അതായത് ന്യൂട്രലായിട്ട് നിൽക്കണം, രണ്ട് ടീമിൻ്റെ ഒപ്പം ചേരാതെ ന്യൂട്രലായിട്ട് നിൽക്കണം. അതാണ് ക്യാപ്റ്റൻ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ജിൻഡോ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ കൂടിയേക്കുന്നത് സിബിൻ്റെ ടീമായിട്ടാണ്, പവർ ടീമായിട്ടാണ് കൂടിയേക്കുന്നത്. അത് ജിൻഡോ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ജിൻഡോക്ക് തന്നെ അത് നെഗറ്റീവ് ആവും ഇങ്ങനത്തെ തരത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ക്യാപ്റ്റൻസി കിട്ടിയത് ജിൻഡോ ആഗ്രഹിച്ചിരുന്നൊരു ക്യാപ്റ്റൻസിയാണിത്. സോ ആ കിട്ടിയ ക്യാപ്റ്റൻസി വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങ് നശിപ്പിച്ച് കളയാണ് ജിൻഡോ ചെയ്യുന്നത്. അതായത് യാതൊരു യൂസും ചെയ്യുന്നില്ല. കാരണം ഇപ്പം ജിൻഡോനെ മുൻനിർത്തി ഗെയിം കളിക്കുന്നത് സിബിനൊക്കെയാണ് ഗെയിം കളിക്കുന്നത്. സിബിനും അത് സായും അത് ജിൻഡോനെ മുൻനിർത്തിയാണ് ഗെയിം കളിക്കുന്നത്. അത് ജിൻഡോക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഇന്ന് രാവിലെ ജിൻഡോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ജാസ്മിനെ എന്തോ കാളെ വാരി നിലത്തിട്ട് അടിക്കും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് അബ്സല്യൂട്ട്ലി റോങ് ആണ്. ഒരാളെ അടിക്കും എന്നൊക്കെ പറയുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റ് നമ്മൾ ആര് ചെയ്താലും തെറ്റാന്ന് തന്നെ പറയുള്ളൂ. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ജാസ്മിൻ എന്ത് ചെയ്തു? അത് പവർ ടീമിൻ്റെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്തു. പവർ ടീം എന്താ ചെയ്തത്? പവർ ടീം പറഞ്ഞു ഈ കേസ് ഇപ്പം എടുക്കാൻ പറ്റില്ല, ഇത് നമുക്ക് വൈകുന്നേരം ഒരു കോർട്ട് പോലെ വെക്കാം, എന്നിട്ട് ആ കോർട്ടിൽ കേസ് എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് അങ്ങനെ ഒരു പുതിയ റൂൾ, അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ പുതിയ റൂൾ, അങ്ങനെ ഒരു കോർട്ട് റൂം പോലെ കൊണ്ടുവന്നിട്ട് ആരുടെ ഭാഗത്താണോ തെറ്റ് അത് വാദിച്ച് ജയിക്കാം എങ്കിൽ അത് ഒരു നല്ല അവസരമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പോയിന്റ്സ് പറയാൻ പറ്റും. എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ തോന്നി. അവരൊരു പവർ ടീമാണ്, അവർ പവർ ടീമിൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരു റൂൾ കൊണ്ടുവന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് സിബിൻ എന്താ ചെയ്തത്? സിബിൻ പോയി ബാക്കി എല്ലാവരെയും കൂടി ചെയ്ത്, അതായത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സിബിൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേഷനാണ് അവിടെ ചെയ്തത്. ലൈവിൽ നോക്കുമ്പോൾ ജിൻഡോക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നാളെ ജിൻഡോനോട് പറയുന്നുണ്ട്. ജിൻഡോ മാത്രമല്ല, അവിടെ കുറേ പേരുണ്ട്, പൂജയ്ക്ക് ഇരുപിടുന്നു തോന്നുന്നു. ആൻഡ് ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ അവൾ നാളെ നന്നായിട്ട് സംസാരിക്കാം, അവൾക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. സോ ജിൻഡോ നാളെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ വൈകുന്നേരം സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ സംസാരിച്ചോ. ആൻഡ് ഇത്രയും പേരുടെ വോട്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും, അത് ഷ്യൂറാണ്, ഞാൻ ഉറപ്പ് തരാം. ഈ ഏതൊരു ടീമും മൊത്തം വോട്ട് ചെയ്യാം, ഏത് ടീമാണെന്ന് ഞാൻ കേട്ടില്ല മര്യാദക്ക്. ഈ ടീം മൊത്തം നിങ്ങൾ വോട്ട് ചെയ്യും. ആൻഡ് മറ്റേ ടീമിൽ എനിക്കൊന്നും സായിയുടെ ടീമിൽ നന്ദന, അഭിഷേക്, സായി ഇവരൊക്കെ വോട്ട് ചെയ്യും. നോറ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, ഇത്രയും പേര് നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. സോ ഇതാണോ സിബിൻ പറഞ്ഞ ജനാധിപത്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ് സിബിൻ്റെ ഗെയിം എങ്കിൽ ഇത് അത്രയ്ക്ക് നല്ല ഗെയിമൊന്നും അല്ല. ഇത് അധികകാലം പോകുകയുമില്ല. ഇപ്പോൾ ഒരു കോർട്ട് റൂം, സിബിൻ പറഞ്ഞത് ഒരു കോർട്ട് റൂം പോലെ വന്നിട്ട് നമുക്ക് ശിക്ഷ വിധിക്കാമെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ കോർട്ട് റൂമിൽ ഇങ്ങനെയാണോ സിബിനെ നടക്കുന്നത്? ആളുകളെ സ്വാധീനിച്ച് ഇവരുടെ വോട്ടെല്ലാം നിങ്ങൾക്ക് കിട്ടും, അവർക്ക് വോട്ട് കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ടാണോ ശിക്ഷ നടപ്പാക്കുന്നത്? അല്ലല്ലോ. കോർട്ട് റൂമിൽ ഒരാൾ ശിക്ഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു തെറ്റ് ചെയ്ത വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ സാഹചര്യ തെളിവിൻ്റെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലായിരിക്കും കോർട്ട് റൂമിൽ ഒരാൾക്ക് ശിക്ഷ വിധിക്കുന്നത്. പക്ഷേ ഇവിടെ സിബിൻ ചെയ്തത് എന്താ? ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, കൈമണിയൊക്കെ കൊടുത്തിട്ട് കുറച്ച് സാക്ഷി, അതായത് കാശൊക്കെ കൊടുത്തിട്ട് കുറച്ച് സാക്ഷികളെ തൻ്റെ കൂടെ ചേർത്തിട്ട് താൻ നിരപരാധി ആണെന്ന് വരുത്തി തീർക്കാൻ നോക്കിയതുപോലെ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ആദ്യം ഈ പ്രശ്നം എടുക്കാമെന്ന് പറഞ്ഞത് വൈകുന്നേരം സമയത്താണ് കോർട്ട് റൂം പോലെ വിളിക്കാമെന്ന് സിബിനൊക്കെ പറഞ്ഞത്. സിബിൻ പവർ ടീം പറഞ്ഞത്. പക്ഷേ വൈകുന്നേരം വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് രാത്രി ജാസ്മിൻ പോയി ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ ഇരുന്നാലോ ഫുഡ്? അപ്പോൾ അവർ പറഞ്ഞു അവർ ടയേർഡാണ്, ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഫുഡ് കഴിക്കണവരെ ഞാൻ വെയിറ്റ് ചെയ്യാം, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇത് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ സിബിൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് നാളെ പറ്റുള്ളൂ, നാളെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് സിബിൻ്റെ ഒരുമാതിരി ഡയലോഗ്സ്. സിബിൻ ജാസ്മിനെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യണേണ്, സത്യം പറയാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം എന്താ, സിബിൻ പുറത്തുനിന്ന് കണ്ടു വന്നിട്ടുണ്ട് ജാസ്മിന് കുറേ ഹെയ്റ്റ്സ് ഉണ്ട്, കുറേ പേര് ഹെയ്റ്റ് കമൻസും കുറേ നെഗറ്റിവിറ്റിയാണ് ജാസ്മിൻ ഉള്ളതെന്ന്. സിബിൻ പുറത്തുനിന്ന് തന്നെ ആൾക്കാരുടെ കമൻസും പൾസും ഒക്കെ അറിഞ്ഞിട്ട് വന്നിരിക്കണേ. അപ്പോൾ സിബിൻ്റെ വിചാരം എന്തായിരുന്നു? ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്കെതിരെ നിന്ന് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഫാൻസ് കൂടും എന്നാണ് സിബിൻ അവിടെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രശ്നത്തിലുള്ള നേരും നെറിയും എന്താണെന്ന് സിബിൻ അവിടെ ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ ഇപ്പോൾ ആർക്കൊരു കുഴപ്പമില്ല, അൻസിബയ്ക്ക് യാതൊരു പ്രശ്നമില്ല. നേരത്തെ അപ്സര പവർ ടീം ആയിരുന്നപ്പോൾ ഒന്ന് കൈകൊട്ടി വിളിച്ചെന്ന് പറഞ്ഞിട്ട് അൻസിബ ആ വീട് തലകീഴാക്കി മറിച്ചു വെച്ചതാണ്.
ഇപ്പോൾ അൻസിബയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല, പവർ ടീം ഇങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ആൻഡ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, സിബിനൊക്കെ കൂടി വന്നിട്ട് അതായത് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ റൂളായിരുന്നു ഒരു എവിക്ഷൻ നോമിനേഷൻ, അതൊന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എവിക്ഷൻ നോമിനേഷൻ, ജയിൽ നോമിനേഷൻ, എല്ലാ നോമിനേഷൻസും സിബിൻ, സായി, പൂജ ഇവരൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് കളിക്കുന്നത്. അത് ബിഗ് ബോസ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മനഃപൂർവ്വം കൊടുത്ത പണി തന്നെയായിരുന്നു എന്ന് തോന്നുന്നു ഈ ആവശ്യം നോ എവിക്ഷൻ എന്നുള്ളത്. കാരണം കഴിഞ്ഞ ആഴ്ച ഇവർ പ്ലാൻ ചെയ്യുന്നത് ബിഗ് ബോസ് കേട്ടതാണ്, ഇവരുടെ പ്ലാനിന് നടക്കാനല്ലോ ബിഗ് ബോസ് നടക്കുന്നത്. സോ ബിഗ് ബോസ് മനഃപൂർവ്വം കൊടുത്ത പണിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നന്നായി പോയി, അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല എവിക്ഷൻ നോമിനേഷൻ ഒന്നും. പിന്നെ ഉള്ളത് ഇപ്പോഴും ലൈവിൽ അതിൻ്റെ പേരിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, അതായത് ജാസ്മിൻ്റെ കേസ് വിളിക്കാത്തതിനെ കുറിച്ചിട്ട് സിബിനെതിരെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാസ്മിനും നന്നായിട്ട് പറയുന്നുണ്ട്, ഗബ്രി നന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ സിബിൻ പറഞ്ഞു നിനക്ക് ഔദാര്യത്തിൽ നീ കഴിച്ച് ജീവിച്ചോളാൻ പറഞ്ഞു. അത് സിബിനും സമ്മതിക്കുന്നുണ്ട്. സോ അതൊരു മോശം സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സിബിൻ്റെ ഔദാര്യത്തിലല്ലല്ലോ അവിടെ ജാസ്മിൻ കഴിച്ച് ജീവിച്ച് പോകുന്നത്. പിന്നെ ജിൻഡോയുടെ ഒരു കാര്യം പറയാനുണ്ട്. ജിൻഡോക്ക് മറ്റുള്ളവരെ എടി പൊടി എന്നൊന്നും വിളിക്കാം, ജിൻഡോനെ ഒരാൾ പുള്ളിക്കാരെന്ന് വിളിച്ചാൽ ജിൻഡോക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇത് എവിടത്തെ ന്യായമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ജിൻഡോ ഈ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്തത്, അതായത് ജിൻഡോ ക്യാപ്റ്റനാണ്, വീടിൻ്റെ ക്യാപ്റ്റനാണ്. ജിൻഡോയുടെ പൊസിഷൻ പോലും നോക്കാതെ ഈ ക്യാപ്റ്റൻ ആയിട്ട് ഈ പവർ ടീമിനെ മാത്രം സപ്പോർട്ട് ചെയ്തെടുക്കണേ, അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രലായിട്ട് നിൽക്കണം. നേരത്തെ അതായത് വൈകുന്നേരം മറ്റേ ഡെൻ ടീമിനെ പൂട്ടിയിട്ട സമയത്ത് ഗബ്രി ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ക്യാപ്റ്റനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറഞ്ഞൊരു പൊട്ടത്തരമുണ്ട്, അതായത് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തോന്ന്. ആക്ച്വലി നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ജിൻഡോ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാപ്റ്റൻ എന്ന പൊസിഷനാണ്. ബിഗ് ബോസ് വീടിൻ്റെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്ന പൊസിഷനിലാണ് ജിൻഡോ ഇരിക്കുന്നത്. സോ ആര് വോട്ട് ചെയ്തു ആക്കി, അതിനുള്ള സേവനം ജിൻഡോ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ജിൻഡോ ഒരു സഹായം ചെയ്തു, അതിനുള്ള സഹായം ജിൻഡോക്കും കിട്ടി. സോ അതവിടെ ക്ലോസ് ആയി. പക്ഷേ ഇപ്പം ജിൻഡോ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് നിഷ്പക്ഷമായിട്ടായിരുന്നു അവിടെ നിൽക്കേണ്ടിയിരുന്നത്. അല്ലാതെ പവർ ടീമിൻ്റെ ഇങ്ങനെ താങ്ങി താങ്ങി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്.